മുത്തുമണികളെ നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ പോകട്ടെ, അൽക്കൂസിൽ. അവിടെ നമ്മൾ വെറൈറ്റി ഫുഡ് ഉണ്ടെങ്കിൽ കുറേ ഇങ്ങനെ റീലുണ്ടിന്. അപ്പോൾ ഇവിടുന്ന് ബത്തൂത്തിൽ കയറി ഓൺ പാസീവിൽ ഇറങ്ങണം. ഓൺ പാസീവിൽ ഇറങ്ങിയിട്ട് F17 ബസ് പിടിച്ചാൽ നമ്മൾ ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റ് എത്തൂട്ടാ. ഒരു വേറൊരു ലോകം, ഫുള്ള് കബാബ്, ഫുള്ള് എന്താ പറയുക, ഫുള്ള് എന്തെല്ലാം ഫുഡ്, വെറൈറ്റി ഫുഡ്, ഫിഷ് ഗ്രില്ല്, കബാബ്, ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, എല്ലാ കബാബും, ബോണ് വിത്ത് ബോണ്, ബോൺലെസ്, വിങ്സ്. പാർട്ടി കാര്യമില്ല, ഭയങ്കര സാധനം. ഞാനങ്ങനെ ചിക്കൻ കബാബ് പറഞ്ഞു, വിത്ത് ബോണാണ് കേട്ടോ. ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ വെറൈറ്റി. അവരതിൻ്റെ ഒരു റൊട്ടിയും തന്നു, പിന്നെ ഒരു ചട്ടിയും തന്നു. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറം വന്ന് ലൈം ജ്യൂസ്, എല്ലാ സെറ്റപ്പും. ഇത് പുളി ഇട്ട വെള്ളം ഞാൻ കുടിച്ചിട്ട വെറുതെ വയറിളക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ സംഭവം കന്നഡയിൽ അടിച്ച് മാറുന്നതന്നെ. ചീപ്പ്, വെരി ചീപ്പ്. പക്ഷെ ചീപ്പ് അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. വളരെ ഹൈജീനിക്ക്. ഒരു എന്താ പറയുക, നല്ലൊരു ഫുൾ ടൈം ഹൈജീനിക്, ക്ലീൻ. പിന്നെ നമ്മുടെ ദോശ ഉണ്ടാക്കുക കൊടുക്കുക, ആൾക്കാർ വരുക കഴിക്കുക. എഗ്ഗ് ദോശ മലയാളികളുടെ കടയിലും ഇഷ്ടംപോലെ ഉണ്ട്. മീൻസ് ഇങ്ങനെ കോട്ട് ഒരു കൗണ്ടർ. മസാല ദോശ, മറ്റേ വട ദോശ, ഇതെല്ലാം മലയാളികളുടെ കേട്ടോ. പിന്നെ പാകിസ്ഥാനി റൊട്ടി, തന്തൂർ റൊട്ടി, കുറേ ഐറ്റം. ബജ്ജി കട, ഇതെല്ലാം ബജ്ജി, ഫ്രഞ്ച് ഫ്രൈസ്, ഇതെല്ലാം ചെറിയ പൈസ. മസാല ദോശ ലൈവ് അടിക്കുക കൊടുക്കുക. മസാല ദോശയെല്ലാം പിന്നെ കഴിഞ്ഞു. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ മസാല ദോശയെല്ലാം കഴിഞ്ഞു. പിന്നെ പ്ലെയിൻ ദോശ, അത് കഴിക്കാനും ആള്. ദോശ ആക്കുക, വിടുക, അടിക്കുക, ഇതന്നെ പരിപാടി. പട്ട പരിപാടി. ആൾക്കാർ വരുന്നു, കഴിക്കുന്നു, പോകുന്നു, ആൾക്കാർ വരുന്നു, കഴിക്കുന്നു, പോകുന്നു. ഫുള്ള് തിരക്ക്. ഇത് നമ്മളെ എഗ്ഗ് ദോശ ആക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ അതിൻ്റെ സൈഡിൻ്റെ വേസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും അവിടെ ഫെയിലാവുന്നത്. ചങ്ങായി അപ്പുറത്ത് ഒരു ഭാഗത്ത് ഇഡ്ഡലി ആക്കുന്നത് കണ്ട, ലൈവായിട്ട് ഇഡ്ഡലി ആക്കുന്നത്. മീൻസ് എല്ലാ ആൾക്കാരും മുമ്പ് തന്നെ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര പക്ക ഹൈജീനിക്. മുനിസിപ്പാലിറ്റി അണ്ടറിലായതുകൊണ്ട് ഭയങ്കര സെറ്റപ്പാണ്. അങ്ങനെ നമ്മൾ ഒരു എഗ്ഗ് ദോശയും ഇത് സാമ്പാർ ചട്നിയും പറഞ്ഞിട്ടാ. അത് രണ്ടാക്കനെ കഴിക്കാനില്ല, ഹെവി സാധനം മൊത്തം. ഇതിന് 2 തരം സാധനം, 3 റംസ് ദോശ, എഗ്ഗ് ദോശ. പിന്നെ ഒരു ഭാഗത്ത് ജ്യൂസ് അടി, ലൈവ് ജ്യൂസ് അടി. ഇത് മട്ടൻ കബാബ്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തു, മട്ടനായതുകൊണ്ട് ഒന്ന് നോക്കാച്ചിട്ട് അതും പറഞ്ഞു. പിന്നെ ഒരു ചിക്കൻ. ഇത് കുറേ കട ഉണ്ട്. അപ്പോൾ ഓരോരോ കടയിൽ നിന്ന് കയറിയിട്ട് ഓരോന്ന് പറയുക, കഴിക്കുക. ചെറിയ പൈസ ആയതുകൊണ്ട് നമുക്ക് എത്ര വേണം കഴിക്കാം. ഈ സെക്ഷൻ മൊത്തം ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്, കുറേ ഫ്രൂട്ട്സ്, എന്തെല്ലാം ഫ്രൂട്ട്സ്. നമ്മളെന്തെല്ലോ വെറൈറ്റി എന്തെല്ലാം കണ്ടിട്ട് ലാസ്റ്റ് കഴിക്കടാതിട്ടൊന്ന് മേടിച്ചു. ഇനി 2 റംസ് ഈ പോർഷന്. ഇതന്നെ വയറിന് ലാസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ലത്, അത്രക്കുണ്ട് സാധനം. അടുത്ത നമ്മൾ ദേശീയ ഭക്ഷണമായ പാനിപൂരി. ഇതിനും 3 റംസ്. ഇത് പിന്നെ 6 റംസിൻ്റെ പോർഷൻ ഉണ്ട്. അത് വലുത്, മീൻസ് അത്രയോ 12 പീസുള്ളത്. ഇത് 3 റംസിൻ്റെ തന്നെ ഇത് കഴിക്കാനില്ല. അതിൽ കുറേ അവർ സാധനം ഇട്ട്. ഇതാണ് ലോകം. ഇതെല്ലാം ഫ്രൂട്ട്സ്, പച്ചക്കറി, അങ്ങനത്തെ ഏരിയ. ഇത് മൊത്തം ചീപ്പ് എന്ന് പറഞ്ഞാൽ വെറും ചീപ്പ് കേട്ടാ. പക്ഷെ ചീപ്പ് അതിൻ്റെ ക്വാളിറ്റിക്കോ അതിന് ഹൈജീനിറ്റിക്കോ ഒന്നും ഒരു കുറവില്ല. പക്ക. ഇത് ഫുഡിൻ്റെ ഏരിയ. ഫുഡ് നമ്മൾ കഴിച്ചിട്ട് ആ ഏരിയ ആണ് ഇത് സംഭവം. അതുമാത്രമൊന്നുമല്ല, ഈ പച്ചക്കറിക്കെന്നെല്ലാം പറഞ്ഞാൽ അത് ഒരു നമ്മുടെ നാട്ടിൽ വലിയൊരു മാർക്കറ്റില്ല, ചന്ത, അതിനെക്കാട്ടിയുണ്ട്. അതും പക്ക ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് വളരെ ചീപ്പിൽ. ഇനി ഇതൊക്കെ മറ്റേ മീറ്റ് വെക്കുന്ന കട. ഈ കുറേ ഉണ്ട് മീറ്റ്. പിന്നെ എല്ലാം എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. കുറേ ഉണ്ട് ലൈവായിട്ട് കട്ട് ചെയ്ത് ഫ്രഷ്. മെയിൻ എടുത്തുകൊണ്ട് ഇവരെ ഹൈജീനിക്കാണ്, ഭയങ്കര ഹൈജീനിക്ക്. ഇത് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ്, മസാല, അതിൻ്റെ ഏരിയ. ഇത് ഡ്രസ്സിൻ്റെ ഏരിയ. ഇപ്പോൾ നമ്മൾ ചിരിച്ച് ചാവും, അത്രക്കും ചീപ്പ്. ഇതേ സാധനം തന്നെ എടുത്തിട്ട് ഓൺലൈനിൽ വിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.